ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ റോജോ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായി ഇങ്ങനെ കണ്ടിന്യൂസ് ഈ വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് പുതിയതായിട്ടൊരു പെർഫ്യൂം, പുതിയതായിട്ടല്ല, ഇത് കുറച്ച് പഴയ ഒരു ടൈപ്പ് ഒരു പെർഫ്യൂമാണ്. അപ്പോൾ അത് ഞാൻ കുറേ, അതായത് നമ്മൾ ചെറുപ്പകാലങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ഗൾഫിലത്തെ ആളുകളൊക്കെ വരുമ്പോൾ അവർ യൂസ് ചെയ്തിരുന്ന പെർഫ്യൂംസ്, അപ്പോൾ അതിൻ്റെ സ്മെല്ലെന്ന് നമുക്കറിയായിരുന്നു. പക്ഷെ പേരോ കാര്യങ്ങളോ അങ്ങനെയൊന്നും നമുക്ക് അങ്ങനെ ഫെമിലിയർ അല്ല. ആ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അതിൻ്റെയൊക്കെ സ്മെല്ലുകൾ നമുക്കറിയും, പക്ഷെ ഇത് ഏത് പെർഫ്യൂമാണ് എന്നൊന്നും നമുക്കറിയില്ല. പിന്നെ നമുക്ക് കുറേ യൂട്യൂബ് ചാനലുകളും ഇപ്പോഴത്തെ ഇതൊക്കെ ആയപ്പോൾ നമ്മളിങ്ങനെ ഓരോ ഇതൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ കാണുമല്ലോ, വീഡിയോസ്, പെർഫ്യൂംസിൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ അത്തർ അങ്ങനത്തെ ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് അപ്പോൾ അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ അത് ചെറുപ്പത്തിലാണ് എനിക്കത് പറഞ്ഞാൽ ഞാനൊരു ഒരു 5, 6, 7 ആ ഒരു ടൈമിലൊക്കെ ഈ സ്മെല്ല്, ഈ ഗൾഫുകാരൊക്കെ പോകുമ്പോൾ ഈ ഒരു സ്മെല്ലാണ് എപ്പോഴും അവരുടെ ആ ഒരു ഇതിലുണ്ടാവുക, ആ ഒരു സമയത്ത്. അപ്പം അന്ന് നമ്മളിങ്ങനെ അത് കണ്ടിട്ട് നമുക്ക് മീൻസ് കാണില്ല, അത് നമ്മളിങ്ങനെ സ്മെല്ല് ചെയ്തിട്ട് നമുക്ക് ആ ഒരു മൈൻഡിൽ കയറിയൊരു സ്മെല്ലാണ്. അപ്പോൾ ഞാനിങ്ങനെ യാദൃശ്ചികമായിട്ട് ഇങ്ങനെ കുറേ യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു പെർഫ്യൂം ഞാൻ കണ്ടത്. അങ്ങനെ കണ്ടു. അപ്പോൾ ഇതേപോലെ ഞാൻ ഒരു ഷോപ്പിൽ പോയപ്പോൾ ഇങ്ങനെ കുറേ പെർഫ്യൂംസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പഴയ കാലത്തൊരു 90s 80s ടൈമിലുള്ള പെർഫ്യൂം, ബ്രൂട്ടിൻ്റെ സ്മെല്ല് നമുക്കറിയാം, പേരും അറിയാം, ബാക്കി നമുക്ക് ബാക്കിയുള്ളതിൻ്റെ ഒന്നും നമുക്ക് അങ്ങനെ പെട്ടെന്ന് കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ കടയിൽ പോയപ്പോൾ അവിടെ ഇങ്ങനെ പെർഫ്യൂം ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ഇത് ഞങ്ങൾ കട തുടങ്ങിയപ്പോൾ വെച്ചിട്ടുള്ളതാണ്, ഇതുവരെ വിറ്റ് പോയിട്ടില്ല തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഇങ്ങനെ ഞാൻ യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു, അപ്പോൾ അത് നല്ലൊരു പെർഫ്യൂമാണ്. അവർ പറഞ്ഞു ഇത് നല്ല ഒറിജിനൽ പാക്കാണ്, കാര്യങ്ങളാണ്. അപ്പോൾ ഞാനത് ട്രൈ ചെയ്തപ്പോൾ ആ പഴയ ആ സ്മെല്ല് എനിക്ക് കിട്ടി. അന്ന് എനിക്കന്ന് ചെറുപ്പത്തിലുണ്ടായിരുന്ന ആ സ്മെല്ല് കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഏത് പെർഫ്യൂം? അപ്പോൾ ഇതാണ് വൺ മാൻ ഷോ. അപ്പോൾ ഇത് വൺ മാൻ ഷോൻ്റെ പല എഡിഷനും ഉണ്ട്, ഗോൾഡ് എഡിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എഡിഷൻസ് ഉണ്ട്. അപ്പോൾ അപ്പോൾ ഇങ്ങനെ കുറേ ട്രൈ ചെയ്തു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇതാണ് ആ പെർഫ്യൂം, വൺ മാൻ ഷോ റൂബി എഡിഷൻ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ടോയ്ലറ്റ് പെർഫ്യൂമാണ്. അപ്പോൾ ഹൈലി കോൺസെൻട്രേറ്റഡ് ആണ്, മെയ്ഡ് ഇൻ ഫ്രാൻസ് ആണ് ഇതിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ എനിക്ക് അത് കണ്ടപ്പോൾ 48 dirhams ആണ്, ദുബായിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ നമുക്കിത് 48 dirhams ആണ് ഇപ്പോൾ ഈ പെർഫ്യൂമിൻ്റെ റേറ്റ് വരുന്നത്, UAE വരുന്നത്. അത് ചിലപ്പോൾ വലിയ വ്യത്യാസങ്ങളുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ, അതറിയില്ല. ഞാൻ മേടിച്ചത് 48 dirhamsനാണ്. അപ്പോൾ ഇതിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഓഫീസിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ കമ്പനിയിൽ പോകുമ്പോൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഫങ്ഷന് കാര്യങ്ങൾ, പാർട്ടി ഇതായിട്ട് യൂസ് ചെയ്യാം. ഇതൊരു മെൻസ് പെർഫ്യൂമാണ്. ലേഡീസിൻ്റെ എനിക്കറിയില്ല, ഇത് മെൻസ് പെർഫ്യൂമാണ്. കുറച്ച് ഒരു എന്താ പറയുക, കുറച്ച് ഹാർഡ് സ്മെല്ലാണ്. ഹാർഡ് സ്മെൽ മീൻസ് അത് കുറച്ചൊരു ഫ്രൂട്ടി വരുമ്പോൾ എനിക്ക് ലേഡീസ് പെർഫ്യൂമിൻ്റെ ആ ഒരു ഇതാണ് വരിക. പക്ഷേ അതിൻ്റെ എല്ലാം ഒരു ബ്ലെൻഡും കൂടിയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഈ വൺ മാൻ ഷോ റൂബി എഡിഷൻ എന്ന് പറഞ്ഞിട്ട്, മെയ്ഡ് ഇൻ ഫ്രാൻസ് ആണ്. കണ്ടോ, അതെൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട്, ജക്യൂസി ബോഗോട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയുടെ ഇതിലാണ് വരുന്നത് ഈ വൺ മാൻ ഷോ. അതൊരു വൺ മാൻ ഷോ എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു സീരീസ്, കമ്പനി എന്ന് പറഞ്ഞാൽ ജക്യൂസി ബോഗോട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതാണ്. നിങ്ങൾക്കതിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ആ പെർഫ്യൂം. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ ഞാൻ മേടിച്ചു. അപ്പോൾ നമ്മൾ ഡെയിലി ഇപ്പോൾ കമ്പനിയിൽ പോകുമ്പോഴൊന്നും ഈ പെർഫ്യൂം നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ജസ്റ്റ് നമ്മൾ എവിടേക്കെങ്കിലും ഇപ്പോൾ പുറത്ത് പോവുകയോ അല്ലെങ്കിൽ നമ്മൾ ചർച്ചിലേക്ക് പോവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് ഈ പെർഫ്യൂം യൂസ് ചെയ്യാറുണ്ട്. ഞാൻ അധികം യൂസ് ചെയ്തിട്ടൊന്നുമില്ല, മേടിച്ചിട്ട് ഒരു 4-5 ദിവസമായി, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ട് അങ്ങനെ. പിന്നെ ഇതിൻ്റെ സ്പ്രേ ഭയങ്കര തന്നെ കണ്ട, ഒറ്റ ഇതിൽ തന്നെ ഭയങ്കര ക്വാണ്ടിറ്റി ഇത് വരും. സ്മെല്ലും നല്ല സ്മെല്ലാണ്. നമ്മൾ ഈ നാട്ടിൽ ഈ ലാങ്കിയൊക്കെ ഇല്ലേ, ലാങ്കി എന്നുള്ളൊരു ഇതുണ്ട്, അതിൻ്റെ ഒരു
സ്മെല്ലാണ് എനിക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ട് തോന്നുന്നത്. ഇതിൻ്റെ വേറെ ഉണ്ട് കേട്ടോ, വേറെ കുറേ ഡിസൈൻസ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ വേറെ ഡിസൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താ പറയുക, മറ്റേ ഇതിൻ്റെ ഗോൾഡ് എഡിഷൻ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് ഇത് വരുന്നുണ്ട്. അതേമാതിരി ഇതിൻ്റെ ഒരു അക്വാട്ടിക് ടൈപ്പ് ഒരു സ്മെല്ല് വേറെ ഉണ്ട്. അപ്പോൾ ഇതാണ് പെർഫ്യൂം കേട്ടോ, നല്ലൊരു പ്രീമിയം ബോട്ടിലാണ്. ഒരു റെഡ്, അപ്പോൾ ഈ റൂബി എന്ന് പറയുമ്പോൾ റൂബിയുടെ കളറ്, റൂബി നമ്മൾ ഈ മറ്റേ ഈ ബെർത്ത് സ്റ്റോൺ പോലത്തെ പറയില്ല, അപ്പോൾ അതിൽ ഉള്ളതാണ് റൂബി. അപ്പോൾ അതിൻ്റെ കളറാണ് റൂബിയുടെ കളർ വരുന്നത്, ഈ ഒരു റെഡ് കളർ. അപ്പോൾ അതാണ് റൂബി എഡിഷൻ. ആ ബോട്ടിലും അങ്ങനെ കൊടുത്തു. ക്യാപ്പ് എല്ലാത്തിനും വരുന്നത് ഈ ബ്ലാക്ക് ക്യാപ്പ് തന്നെ വരുന്നത്. പിന്നെ അതിൻ്റെ സ്പ്രേയറിൻ്റെ ഒരു ഗോൾഡൻ ഇത്. അപ്പോൾ അത് എന്താ ജക്യൂസി ബൊഗോട്ട് അങ്ങനെ എന്തൊരു ഇതാണ് അത് വരുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പഴയൊരു പെർഫ്യൂമാണ്. നിങ്ങൾ പറ്റുകയാണെങ്കിൽ UAE-ലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. ഒരു 3 hours 4 hours ഒക്കെ ലാസ്റ്റിങ് കിട്ടുന്നുണ്ട്. നമ്മളത് ഇതിപ്പോൾ ഇപ്പോൾ ഇവിടെ സമ്മറാണ് UAE-ലൊക്കെ, അപ്പോൾ അത്രത്തോളം ലാസ്റ്റ് ചെയ്യുന്ന അറിയാൻ പറ്റില്ല. കാരണം നമ്മൾ വേപ്പറൈസ് ആയിട്ട് പോകില്ല കുറേ. നമ്മളത് ഒരു വിൻ്റർ ടൈമൊക്കെ ആണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 5 hours 6 hours ഒക്കെ കിട്ടും. പിന്നെ ഇത് ടോയ്ലറ്റാണ്. ഇത് ടോയ്ലറ്റ് എന്ന് വെച്ചാൽ പെർഫ്യൂം കോൺസെൻട്രേറ്റ് കുറവായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ളതാണ് പെർഫോമൻസ്. പക്ഷെ എന്നാലും നമുക്കൊരു വിൻ്റർ ടൈമിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ലോങ് ലാസ്റ്റിംഗ് കിട്ടും. അല്ലാതെ നമ്മൾ സമ്മറിലൊക്കെ ആകുമ്പോൾ ഒന്നുകൂടി ഹോട്ടാകുമ്പോൾ അത് പെട്ടെന്ന് അത് വേപ്പറൈസ് ആയിട്ട് പോവും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ മീൻസ് നമ്മളാ ഒരു എന്താ പറയുക, നൊസ്റ്റാൾജിക് സ്മെൽ എന്ന് പറയില്ല, ഒരു 90s 80s എത്തിയിട്ടില്ല, നമ്മൾ 90s കിഡ്സാണ്, 91. അപ്പോൾ നമ്മുടെ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ ഗൾഫിലത്തെ ആളുകളൊക്കെ വരുമ്പോൾ അവർ പോകുമ്പോഴൊക്കെയുള്ള സ്മെല്ലാണിത്. അപ്പോൾ എന്തായാലും ദുബായിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഒരു ഇതാണ്. 1 Man Show റൂബി എഡിഷൻ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. പിന്നെ ഇതിൻ്റെ പല വേരിയൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യാം. എനിക്ക് ഇത് നല്ലൊരു ഇതായി. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഈ ലാംഗി എന്ന് പറഞ്ഞ പൂവിൻ്റെ സ്മെല്ലില്ലേ, ഈ ഒരു എന്താ പറയുക, ഈ ഒരു നോട്ട് തന്നെയാണ് ഇതിൻ്റെ എല്ലാ ഇതിന് മുന്നേ മീൻസ് ഇതിൻ്റെ വേറെ പെർഫ്യൂംസിനും ഒക്കെ ഈ ഒരു നോട്ട് തന്നെയാണ് അതിൻ്റെ ഒരു ബേസ് നോട്ടായിട്ട് വരുന്നത്, ഈ ലാംഗി ഇതിൻ്റെ സ്മെല്ല്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് റൂമിൽ പഠിച്ചിട്ട് നമ്മൾ പുറത്ത് പോയി നമ്മുടെ റൂമിലൊക്കെ മൊത്തം AC ആണല്ലോ നമ്മളെ ഇതിലൊക്കെ റൂമിലും കാര്യങ്ങളിലൊക്കെ. അപ്പോൾ നമ്മളിത് അടിച്ച് നമ്മൾ പുറത്ത് പോയി തിരിച്ച് വന്ന് നമ്മൾ ഡോർ തുറക്കുന്ന സമയത്ത് മൊത്തം ഇതിൻ്റെ ഈ സ്മെല്ലാവും. ഈ റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓപ്പൺ ആണല്ലോ, എപ്പോഴും അടഞ്ഞു കിടക്കില്ല. അപ്പോൾ ഈ ഒരു സ്മെല്ല് തന്നെ ഇങ്ങനെ നിൽക്കും. നല്ലൊരു എന്താ പറയുക, ഒരു പീസ്ഫുൾ സ്മെല്ലാണ്, നല്ലൊരു ലൈറ്റ് സ്മെല്ല്, അങ്ങനെ ഒരു അരോചകമായിട്ട് തോന്നില്ല. പിന്നെ മെൻസ് പെർഫ്യൂം ആയതുകൊണ്ട് കുറച്ച് ഹാർഡാവും, ആ ഒരു ഹാർഡ്നെസ് വേണമല്ലോ, മെൻസിനാവുമ്പോൾ ആ ഒരു ഇത് വേണം. അപ്പോൾ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും മേടിച്ച് നോക്കുക. അപ്പോൾ 48 dirhams എന്ന് പറയുമ്പോൾ ഇന്നത്തെ റേറ്റ് വെച്ചിട്ട് നോക്കുമ്പോൾ നാട്ടിലത്തെ ഒരു 10,500 dirhams അല്ല 1,500 രൂപ, ആ റേഞ്ച് 2,000 രൂപ ആ ഒരു കാറ്റഗറിയിൽ വരും. അപ്പോൾ നാട്ടിൽ എനിക്കറിയില്ല എത്രത്തോളം അത് ഒറിജിനൽ കിട്ടുന്നൊന്നും അറിയില്ല. പറ്റുകയാണെന്നുണ്ടെങ്കിൽ UAE ആരെങ്കിലും ബന്ധുക്കളോ ഫ്രണ്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് കൊണ്ടുവരാൻ പറയാം. അല്ലെങ്കിൽ ഇവിടെ ഉള്ളവരാണെങ്കിൽ ഇവിടെ പിന്നെ നമുക്ക് മേടിക്കാം, ലുലുവിലായാലും അല്ലെങ്കിൽ പല ഷോപ്പുകളിൽ നമുക്ക്. ദുബായിൽ പിന്നെ കുഴപ്പമില്ല, അവിടെ ഒന്നും ഇങ്ങനെ പെർഫ്യൂംസിന് അങ്ങനെ നമുക്ക് ഇതില്ലല്ലോ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ കാര്യം പറയുന്നത്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മീൻസ് ഞാൻ വീഡിയോസ് ചെയ്യാത്തത് കൊണ്ട് എനിക്ക് കുറവുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, സൈനിങ് ഓഫ് റോജോ ടോക്സ്.